നമ്മുടെ ടോവിനോയുടെ ഐഡന്റിറ്റി സിനിമയിലെ ഫ്ലൈറ്റിലെ ആക്ഷൻ സീക്വൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? എങ്കിലിതാ ഫുൾ ഫ്ലൈറ്റ് വെച്ച് നടക്കുന്ന ചറപറയിടിയുമായിട്ടുള്ള ഒരു ആക്ഷൻ പടം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ജെയിംസ് മാഡിഗൻ സംവിധാനം ചെയ്ത് ജോഷ് ഹാർട്ട്നെറ്റ് നായകനായി വന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഗോസ്റ്റ് എന്ന ഒരു ഹാക്കറിനെ പിടിക്കാനായിട്ട് ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള ലൂക്കാസ് റെയ്സ് ഒരു ഫ്ലൈറ്റിൽ കയറുന്നതും തുടർന്ന് ആ ഫ്ലൈറ്റിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി പടമാണ്. നിങ്ങളുടെ ലോജിക്കിനെയൊക്കെ ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട് വേണം പടം കാണാനായിട്ട്. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മാർക്കോ ആകാതിരിക്കും? ഒരു ഫ്ലൈറ്റ് മുഴുവനും കൊലയാളികളാണല്ലോ. അതിനിടയിലേക്കാണ് ഈ മിഷനുമായിട്ട് നമ്മുടെ നായകൻ ചെന്നുവിടുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിലും നല്ല മേക്കിംഗ് ആണ്, എൻഗേജിംഗ് ആണ്, മുഷിപ്പിക്കില്ല എന്നതാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നമ്മുടെ കിൽ സിനിമയിലെ ട്രെയിനിനുള്ളിലുള്ള അടിയുണ്ടല്ലോ, അതുപോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിന്റെ പരിമിതികൾ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ആക്ഷൻ കൊറിയോ ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് ഈ പടത്തിന്റെയും പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നായകൻ ലൂക്കോസ് ആയിട്ട് ജോഷ് ഹാർട്ട്നെറ്റ് കിടുവായിരുന്നു. നോർമലി ഈ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് അങ്ങനെയൊന്നുമല്ല, വളരെ കാഷ്വൽ ആയിട്ട് ഒരു ടീഷർട്ടും ഷോർട്സും ഒക്കെ ആയിട്ടാണ് പുള്ളി വരുന്നത്. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കണ്ട പടം മനോജ് നൈറ്റ് ശ്യാമിന്റെ ട്രാപ്പ് ആണ്. അത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പടമായിരുന്നു. ഇതും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമയാണ്. ആക്ഷൻ സീനുകൾ ഇടയ്ക്ക് പുള്ളി കുറച്ച് ഹൈ ആയിട്ടുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു. മെയിൻ നായിക ഇഷയായിട്ട് വരുന്നത് ചരിത്ര ചന്ദ്രൻ എന്ന ഒരു ഇന്ത്യൻ വംശജയായിട്ടുള്ള സ്കോട്ടിഷ് നടിയാണ്. പുള്ളിക്കാരുടെ പേരൻസ് ഒക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. ആക്ടിങ് ചിലയിടങ്ങളിലൊക്കെ കുറച്ച് ഓവറായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വല്ലാതെ ചിലയിടത്ത് ഓവർ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ ആർക്കും കാര്യമായിട്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞ് ചെയ്യാനൊന്നും പടത്തിലില്ല, അടി മാത്രമേ ഉള്ളൂ. ടെക്നിക്കലി പടം നല്ലതാണ്. ക്യാമറ, എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ. മെയിനായിട്ട് ആക്ഷൻ കൊറിയോഗ്രഫിയാണ് എടുത്തു പറയാനുള്ളത്. അത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ മാർക്കോ റെഫറൻസ് പറഞ്ഞത് വെറുതെ അല്ല, നല്ല ബ്രൂട്ടൽ ആയിട്ടുള്ള വയലന്റ് ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്. സോ ദയവ് ചെയ്ത് കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തി ഈ പടം കാണിക്കരുത്, അത് ഓർക്കുക. പിന്നെ വലിയ പുതുമയൊന്നും കഥയിലില്ല, അങ്ങനെയല്ല, കാര്യമായിട്ട് വലിയ കഥയൊന്നും ഇല്ല എന്നത് പടത്തിന്റെ നെഗറ്റീവ് ആണ്. ജസ്റ്റ് എ പോർഷൻ ഓഫ് സംതിങ് എന്നല്ലാതെ ഒരു കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും പടത്തിനില്ല. വളരെ ചെറിയ ഒരു പ്ലോട്ടാണ്, പക്ഷെ അത് ബോറടിപ്പിക്കാതെ എടുത്തു വെച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. സോ അങ്ങനെ അതിഗംഭീരം മസ്റ്റ് വാച്ച് കിടിലൻ എന്നൊന്നും ഞാൻ പറയില്ല. വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുമില്ല. പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ ഡീസന്റ് ആക്ഷൻ പടമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ചുമ്മാ ടൈം പാസിന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഒരുപാട് ടൈം ഒന്നും പടം എടുക്കില്ല, 1.5 മണിക്കൂറേ സിനിമയ്ക്ക് ലെങ്ത് ഉള്ളൂ. പിന്നെ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പടം ഇതുവരെ അമേരിക്കയിലൊന്നും റിലീസ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ പടം. ഫെബ്രുവരി 28 UK മാത്രമാണ് പടം റിലീസായത്. മെയ്യിലാണ് പടം US റിലീസാകാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് എങ്ങനെയോ പടം ഡിജിറ്റലി അവൈലബിൾ ആയി എന്നുള്ളതാണ് കാര്യം. മിക്കവരും ഓൾറെഡി ഈ പടം കണ്ടു കഴിയുകയും ചെയ്തു. അല്ലാതെ ഇത് ഒഫീഷ്യലി ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലും പടം വന്നിട്ടില്ല. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടു നോക്കാം. യു നോ വാട്ട് ഐ മീൻ. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.